ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റീന. ഞാനിന്ന് നല്ലൊരു രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ രസമില്ലാതെ എന്ത് സദ്യവട്ടങ്ങളാണ് അല്ലേ? അപ്പോൾ നമുക്ക് രസം ഒരു പ്രധാന വിഭവം തന്നെയാണ്. ഈ രസം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സദ്യയൊക്കെ കഴിച്ചിട്ട് രസമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എനർജി തന്നെയാണ് അല്ലേ? നല്ല കുരുമുളകും വെളുത്തുള്ളിയും അതുപോലെ തന്നെ മല്ലിയും എല്ലാം ചതച്ചിട്ടിട്ട് നല്ലൊരു രസം. അപ്പോൾ നമുക്ക് ഈ രസത്തേക്ക് വേണ്ട കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിന്ന് നല്ലൊരു രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓണത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല സ്മെല്ലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു രസമുള്ള രസം തന്നെയാണ്. അപ്പോൾ നമുക്കിന്ന് രസം എങ്ങനെയാണ് റെഡിയാക്കണമെന്നൊക്കെ പറഞ്ഞുതരാം. ഞാനിതിൽ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 പോള വെളുത്തുള്ളി ഇട്ട് അതിലൊരു 10 അല്ലിയോളം ഉണ്ടാവും. പിന്നെ നമുക്ക് മല്ലി, പച്ചമല്ലി ഉണ്ട്, അതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. 1 ടേബിൾ സ്പൂണ് കുരുമുളക് ഉണ്ട് കേട്ടോ, പൊടിക്കാത്ത കുരുമുളക്. പിന്നെ ഇത് നമ്മളെ കായാണ്, കായം. ഇതിൽ കായം ഞാനിങ്ങനെ കായം തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്ന, പൊടിയല്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂണോളം നമ്മൾ സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തോരപ്പരിപ്പ്. ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഞാൻ 2 തക്കാളി ചേർക്കുന്നുണ്ട്. നാടൻ തക്കാളി തന്നെ വേണം കേട്ടോ രസത്തിലേക്ക്. പിന്നെ നമുക്ക് കറിവേപ്പിലയും വേണം, മല്ലിയിലയും വേണം. പിന്നെ ഞാനിതിലേക്ക് കല്ലുപ്പ് എടുക്കുന്നുണ്ട്. പിന്നെ രസത്തിക്കുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട്. രസത്തിക്കുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെ പുളി ഞാനൊരു നാരങ്ങയുടെ വലുപ്പത്തിൽ പുളി എടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാനൊന്ന് കുറച്ചൊരു വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചിട്ട് പിഴിഞ്ഞൊഴിക്കാനുള്ളതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് രസത്തിക്കുള്ള കൂട്ട് റെഡിയായി. പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും പറഞ്ഞ പോലെ തന്നെ കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ ഇതെല്ലാം കൂടി ഞാൻ കുക്കറിനകത്താണ് കേട്ടോ വെക്കുന്നത്. കുക്കറിനകത്ത് വെക്കുമ്പോൾ നമുക്ക് ആ സ്മെല്ലൊന്നും പുറത്തേക്ക് അങ്ങനെ പോവില്ല. രസത്തിൻ്റെ പ്രധാനപ്പെട്ടുള്ളത് എന്താണ്? രസത്തിൻ്റെ ഒരു സ്മെല്ലാണ്. ആ സ്മെല്ല് നമുക്ക് പുറത്തേക്ക് പോവാതിരിക്കാൻ നല്ലത് കുക്കറിനകത്ത് തന്നെ വെക്കുകയെന്ന് വെച്ചാൽ ആ ഒരു സ്മെല്ലൊന്നും അങ്ങനെ പുറത്തേക്ക് പോവില്ല. അല്ലാന്നുണ്ട് വെച്ചാൽ നല്ല മൺചട്ടി, കുടുക്ക പോലത്തെ മൺചട്ടിക്കകത്ത് വെച്ചിട്ട് നന്നായിട്ട് അടച്ചു വെച്ചാലും മതി കേട്ടോ. അപ്പം ഇങ്ങനെ രസം എങ്ങനെയാണ് നിങ്ങൾക്ക് കയ്യിലുള്ളത്, ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് രസത്തിൻ്റെ ഈ കൂട്ടൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് ഞാനതൊന്ന് കുക്കറിൽ ഒഴിച്ചിട്ട് രസമാക്കിയിട്ട് ഞാൻ ഈ രസം കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ രസത്തിൻ്റെ കൂട്ടത് അങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രസത്തിൻ്റെ കൂട്ട് നമ്മൾ സ്മെല്ല് പോകരുത്. ഇത് നമ്മളിങ്ങനെ ഉടച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക, വെള്ളം ഒഴിക്കുക, പുളി പിഴിഞ്ഞിട്ട് ഒഴിക്കുക, ബാക്കി ചേരുവകളൊക്കെ ചേർത്തിട്ട് ഭദ്രമായിട്ട് അടച്ചിട്ട് കുക്കറ് വിസിൽ പുറത്തേക്ക് ആവി പോകരുത്. അതിന് മുന്നേ തന്നെ നമ്മൾ തീ ഒന്ന് കുറച്ചിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റ് മുതൽ ഒരു 5 മിനിറ്റ് വരെ കുറഞ്ഞ തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരിക്കലും വിസിലടിച്ചിട്ട് ആവി പുറത്തേക്ക് കളയരുത് കേട്ടോ. നമ്മളെ പരിപ്പ് ഇങ്ങനെ ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് പരിപ്പിൻ്റെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പരിപ്പ് നമ്മൾ സാമ്പാറൊക്കെ വെക്കുന്ന സമയത്ത് അതിൽ പരിപ്പ് ഒഴിച്ച് വെള്ളം ഒരല്പം മാറ്റിയിട്ടിട്ടാണ് സാധാരണ രസത്തിലേക്ക് വെക്കുക. അപ്പോൾ നമ്മൾ സാമ്പാർ വെക്കാത്തതുകൊണ്ടാണ് പരിപ്പ് ഇങ്ങനെ ഇട്ടത്. ഇനി ഈ കറിവേപ്പില ഞാൻ ഇങ്ങനെ തന്നെ ഈ തണ്ടോട് കൂടിയിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് സ്മെല്ല് വരിക കേട്ടോ. അതുപോലെ തന്നെ മല്ലിയുടെ ഇല നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പ്രധാനമായിട്ടും മല്ലിയുടെ ഇലയും കറിവേപ്പില, പിന്നെ നമ്മളെ കായം. നമുക്ക് വറുത്തിടുന്ന സമയത്ത് ഒരു അല്പം ഉലുവയും വറ്റൽമുളകും കടുകും ഒന്ന് രസത്തിലേക്ക് വറുത്തിട്ട് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
രസത്തില് കുരുമുളക് പൊടി മതി കേട്ടോ, മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. അതിന് പകരം നമ്മൾ 1 സ്പൂണോളം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരു 4 ഗ്ലാസ് വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കപ്പിൽ കൂടുതൽ, വലിയ കപ്പിന് 2 കപ്പിൽ കൂടുതൽ വെള്ളമുണ്ട്. ഇനി നമ്മൾ കല്ലുപ്പ് കേട്ടോ. ഈ കുക്കർ അടച്ചു വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ വിസിൽ അടിച്ചിട്ട് ആവി പുറത്തേക്ക് കളയാത്ത രീതിയിൽ നമുക്ക് ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നല്ല സ്മെല്ലും അതുപോലെ ടേസ്റ്റുള്ള രസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ഒരു പാത്രത്തേക്ക് മാറ്റി ഒഴിക്കുകയാണ്. നമുക്ക് ഇതൊന്ന് ആവശ്യത്തിന് എടുക്കാമല്ലോ, ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി ഒഴിക്കുകയാണ് കേട്ടോ. നല്ല സ്മെല്ലാണ് കേട്ടോ, നല്ല ചൊടിയുള്ള രസമാണ്. ശരിക്കും നമുക്ക് ഈ രസം ഉണ്ടാകുമ്പോൾ ഇനി വേറൊരു കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അത്രയും നല്ലൊരു ടേസ്റ്റും സ്മെല്ലുള്ള രസമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിക്കൊന്ന് വറുത്ത് കോരിയിട്ടുണ്ട്. അപ്പൊ ഞാനിതിൽ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. ഒരല്പം കടുകും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളകിന്റെ പൗഡറും ഒരു വറ്റൽമുളക് കറിവേപ്പിലൊക്കെ കൂടി ഇട്ടിട്ടൊന്ന് വറുത്തിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ് രസത്തിന്. അപ്പോൾ ഞാനതിലേക്ക് വറുത്തിട്ടാണ്. അപ്പോൾ രസം റെഡിയായി കേട്ടോ. അപ്പോൾ നമ്മളെ ടേസ്റ്റ് ആയിട്ടുള്ള നല്ല രസമുള്ള രസം തന്നെയാണ് കേട്ടോ. നല്ല ചൊടിയാണത്, നല്ല കുരുമുളകും വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമുക്ക് ഈ എന്താണ് ഇപ്പോഴത്തെ നമ്മൾ ഈ കാലാവസ്ഥയിൽ ശരിക്കും ഈ രസം പോലത്തെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നല്ലത് കഴിക്കാൻ. കാരണം അതിൽ വെളുത്തുള്ളി ഉണ്ട്, കുരുമുളകുണ്ട്, കായം ചേർക്കുന്നുണ്ട്, പച്ചമല്ലി ഉണ്ട്, എല്ലാം നമുക്ക് വളരെ അത്യാവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ അവർ ചേർക്കുന്ന പോലെ. കറിവേപ്പില, മല്ലിയില. അപ്പൊ നല്ലൊരു സംഭവം തന്നെയാണ് ഈ രസം അല്ലേ. നമ്മൾ എത്ര ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കപ്പ് രസം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സുഖം വേറെ തന്നെയാണ്. ഇത് കൂടുതൽ ടൈം തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ സ്മെല്ലൊക്കെ പുറത്തേക്ക് പോകും കേട്ടോ. അപ്പോൾ നമ്മളിത് ആവശ്യത്തിന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതാണ്ട് അടച്ചു വെക്കുക. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ അതിൻ്റെ താഴെ തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതൊന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.